ഭാര്യയെ മത്സരിപ്പിക്കാൻ വേണ്ടി MV ഗോവിന്ദൻ തന്നെ തഴഞ്ഞുവെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ പറഞ്ഞു. കണ്ണൂർ CPM-ലെ സ്ഫോടനത്തിൽ കേരളത്തിലാകെ പാർട്ടിയിൽ ഞെട്ടൽ. MV ഗോവിന്ദൻ 3 തവണ MLA ആയതിനു ശേഷം ഭാര്യ PK ശ്യാമളയെ നിർദ്ദേശിച്ചത് അഴിമതിയും വർഗവഞ്ചനയുമാണെന്ന് TK ഗോവിന്ദൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പേരില്ലാതെ വന്നിരിക്കുന്ന K സുധാകരൻ മത്സരിക്കാൻ തീരുമാനിക്കുമെന്ന് സൂചന. MPമാർ മത്സരിക്കേണ്ടെന്നാണ് പൊതുവായ തീരുമാനമെന്ന് കോൺഗ്രസ് നൽകുന്ന വിശദീകരണം. ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്കായി പുലർച്ചെ K സുധാകരൻ ഡൽഹിയിലെത്തി. മലമ്പുഴ മണ്ഡലത്തിൽ ഇന്നു തന്നെ പ്രചരണം തുടങ്ങുമെന്ന് VS-ന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന A സുരേഷ് പറഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് സുരേഷ് എത്തുന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ മന്ത്രി ജോർജ് കുര്യനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് നോബിൾ മാത്യു. ജോർജ് കുര്യൻ ഒന്നും ചെയ്തിട്ടില്ല എന്നും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുള്ള ആരെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കിയാൽ മതിയായിരുന്നുവെന്നും നോബിൾ മാത്യു പറഞ്ഞു. ന്യൂനപക്ഷ മോർച്ച അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് നോബിൾ മാത്യുവിനെ BJP സസ്പെൻഡ് ചെയ്തു. കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങി. ഇതോടെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ജോസ് കെ മാണി പാലയിൽ തന്നെയെന്ന് തീർച്ചയായി. ജോസ് ഉൾപ്പെടെ 12 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആവശ്യപ്പെട്ടതുപോലെ 13 സീറ്റുകൾ പാർട്ടിക്ക് CPM നൽകിയില്ല. കണ്ണൂർ ADM ആയിരുന്ന K നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം വേണമെന്ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി ഉത്തരവിട്ടു. മെയ് 30-നകം റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. CPM-കാരനായ നെന്മാറ MLA K ബാബുവിനും സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധം. അവസരം മുതലെടുത്ത് K ബാബുവിനെ കോൺഗ്രസിലെത്തിക്കാൻ ശ്രമം തുടങ്ങി. ഹോട്ടൽ മേഖലയിൽ പാചകവാതക ക്ഷാമം രൂക്ഷമാകുന്നു. കൊച്ചിയിലും തിരുവനന്തപുരത്തും ഹോട്ടലുകൾ ഏറെയും അടച്ചിട്ടു. ഇതേസമയം കരിഞ്ചന്തയിൽ ഗ്യാസ് സിലിണ്ടർ സുലഭമാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒരു സിലിണ്ടറിന് 4500 രൂപ വരെയാണ് കരിഞ്ചന്ത വില. ലോകകപ്പ് നേടിയ സഞ്ജു സാംസണെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ലോക് ഭവനിൽ ആദരിച്ചു. സഞ്ജുവിന്റെ നേട്ടങ്ങളിൽ രാജ്യവും പ്രത്യേകിച്ച് കേരളവും അഭിമാനിക്കുന്നതായി ഗവർണർ പറഞ്ഞു. തൊണ്ടിമുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ഭാവി ഇന്നറിയാം. അപ്പീലിൽ ഇന്ന് ഹൈക്കോടതി വിധി പറയും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് നേട്ടം. ബീഹാറിലെ 5 സീറ്റും NDAക്ക്. ബീഹാറിൽ ചീഫ് സെക്രട്ടറിയെയും DGPയെയും മാറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉദ്യോഗസ്ഥരെ മാറ്റാൻ കമ്മീഷന് അധികാരമുണ്ടെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പ്രതികരിച്ചു. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള യുദ്ധം വീണ്ടും കടുത്തു. തലസ്ഥാനത്തെ ആശുപത്രി ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ 400 പേർ കൊല്ലപ്പെട്ടുവെന്നും അത്രയ്ക്ക് തന്നെ ആൾക്കാർക്ക് പരിക്കേറ്റുവെന്നും റിപ്പോർട്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ സുരക്ഷയും പരിക്കേറ്റ അവസ്ഥയുമെല്ലാം പലതരത്തിൽ വാർത്തകളായി സോഷ്യൽ മീഡിയയിൽ നിറയുന്നു. ഇതേസമയം നെതന്യാഹു മരിച്ചുവെന്നും AI വീഡിയോസാണ് പുറത്തുവരുന്നതെന്നും ശക്തമായ ആരോപണം. എന്നാൽ താൻ മരിച്ചുവെന്ന ആരോപണങ്ങളെ തള്ളിക്കളയുന്ന വീഡിയോ നെതന്യാഹു വീണ്ടും X-ൽ പോസ്റ്റ് ചെയ്തു. അബുദാബി ഷാ ഗ്യാസ് ഫീൽഡിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണമുണ്ടായി. UAE-യിൽ പലയിടങ്ങളിലായി തീപിടുത്തമുണ്ടായി. ഒരാൾ കൊല്ലപ്പെട്ടുവെന്നും വിവരമുണ്ട്.